ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 24 വൈകിട്ട് 4 നടക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. വി ശശി MLA അധ്യക്ഷനായിരിക്കും. അടൂർ പ്രകാശ് MP വിശിഷ്ടാതിഥിയായിരിക്കും. പാലം യാഥാർത്ഥ്യമായതോടെ 4 വർഷങ്ങൾ നീണ്ട നാട്ടുകാരുടെ ദുരിതയാത്രയ്ക്കാണ് വിരാമമായത്. 2021 നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. കിഫ്ബി ഫണ്ടായ 25 കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിച്ചത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. 600 മീറ്ററാണ് പാലത്തിൻ്റെ നീളം. സംസ്ഥാന സർക്കാരിൻ്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചിറയൻകീഴ് മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചത്. ഇതിന് 21.93 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് മേൽപ്പാല നിർമ്മാണത്തിനായി ചിലവഴിച്ചത്. പിന്നെ ഇത് RBDC ആണ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. അവരെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 24-ാം തീയതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി നിർവഹിക്കുന്ന വൈകുന്നേരം 6 മണിക്ക്. പിന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന് സൂചിപ്പിച്ചതുപോലെ 21.93 ഏതാണ്ട് 22 കോടി രൂപ നിർമ്മാണങ്ങൾക്കായി ചിലവഴിച്ചിട്ടുണ്ട്. കൂടാതെ 11 കോടി രൂപ ഇതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് വിനിയോഗിച്ചു. അങ്ങനെ ആകെ 33 കോടി രൂപയുടെ ചിലവാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ മേൽപ്പാല നിർമ്മാണവുമായി ഉണ്ടായിട്ടുള്ളത്. ഇത് 24-ാം തീയതി ഉദ്ഘാടനം നടക്കുന്നു. ഈ നമ്മുടെ നാടിലെ ചിറയൻകീഴുകാരുടെ ഒരു ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിട്ടുള്ളത്. 88 ഭൂ ഉടമകളിൽ നിന്ന് 1.5 ഏക്കറോളം ഭൂമി 13 കോടി രൂപ പൊന്നുവില നൽകിയാണ് ഏറ്റെടുത്തത്.